ഒറ്റ പൈനാപ്പിളാണ്, പക്ഷെ ചടപടേ 4 റെസിപ്പീസാണ് നമ്മൾ ഇന്ന് കാണുന്നത് കേട്ടോ. അപ്പം എല്ലാവർക്കും ഈസി ടേസ്റ്റി ക്യൂസിനിലേക്ക് സ്വാഗതം. സ്വന്തം റേച്ചൽ സാമുവൽ ആണ് നിങ്ങളുടെ കൂടെ. അപ്പൊ നമുക്ക് പെട്ടെന്ന് ഇതൊന്ന് അരിഞ്ഞ് റെഡിയാക്കാം. 2 സൈഡ് ഇങ്ങനെ കട്ട് ചെയ്ത് മാറ്റാം. നമുക്കിങ്ങനെ നടുക്കൂടെ മുറിച്ചു കൊടുക്കാം. മറ്റേ മുള്ളുള്ള ഭാഗത്ത് ഇങ്ങനെ മുള്ളുള്ള ഭാഗത്ത് മുറിക്കാം. നിങ്ങൾക്ക് എങ്ങനെയാണ് സൗകര്യം എന്ന് വെച്ചാൽ അങ്ങനെ മുറിച്ചെടുക്കാം കേട്ടോ. ഇതൊന്നും ഇല്ലാണ്ട് ഇത് വെട്ടിക്കളഞ്ഞാൽ മതി. ഇതിൽ തൊലി കുറച്ച് കളയരുതേ. ആദ്യത്തെ റെസിപ്പി നമുക്കൊരു സിമ്പിൾ പച്ചടിയാണ്. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെറുതായിട്ട് അരിയണം. ഇതിനു വേണ്ടി മാത്രം നമ്മൾ ഇങ്ങനെ അരിഞ്ഞാൽ മതി. അടുത്തൊരു കഷ്ണം ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. നമുക്ക് അടുത്ത റെസിപ്പീസിനാണേ. നമ്മുടെ സ്റ്റൗവിലേക്ക് കുഞ്ഞൊരു പാൻ വെച്ചിട്ടുണ്ട്. നമ്മൾ അരിഞ്ഞില്ലേ, കാടരിഞ്ഞ എന്താ പറയാ പൈനാപ്പിൾ ഇല്ലേ, അത് നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം. എണ്ണയോ ഒന്നും ഒഴിച്ചിട്ടില്ലേ. ഇതിലേക്ക് ഒരു 3/4 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. 1/2 തൊട്ട് 3/4 വരെ നിങ്ങൾക്ക് ചേർക്കാം കേട്ടോ. കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് വേഗം വെക്കുന്നുണ്ട്. ഒത്തിരി വെള്ളം വേണ്ട, കുറച്ച് മതി. നമ്മൾ ഉപ്പിട്ടല്ലേ, നമുക്കൊന്ന് ഇളകി കൊടുക്കാമല്ലേ. പൈനാപ്പിൾ അരിയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഇഷ്ടമില്ലാത്തൊരു പണി. അങ്ങനെ ഇരുന്നൊന്ന് വേഗട്ടെ കേട്ടോ. ആ വെള്ളം ഒന്ന് വറ്റിക്കോട്ടെ. നമ്മുടെ പച്ചടി അങ്ങനെ വെന്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് അടുത്ത റെസിപ്പി, അടുത്ത കാര്യത്തിനുള്ള വഴി നോക്കാം. ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മുടെ പച്ചടിക്കുള്ളത് അങ്ങനെ വറ്റി അല്ലേ, പൈനാപ്പിൾ വറ്റി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ അതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ഇട്ട് കൊടുക്കുക കേട്ടോ. എന്താണെന്ന് അറിയാം, കുരുമുളക് പൊടി. 1 ടീസ്പൂണോളം കുരുമുളക് പൊടി ഇടുന്നുണ്ടേ. ഇത് നല്ലപോലെ ഒന്ന് പിടിക്കട്ടെ. കുരുമുളക് പൊടിയുടെ മണമൊക്കെ ഇങ്ങനെ പൈനാപ്പിളിൻ്റെ കൂടെ കിടന്നൊന്ന് റെഡിയാവട്ടെ. ബാക്കി ഇരുന്ന പൈനാപ്പിൾ ഞാനൊന്ന് അരച്ചെടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇനി വേണമെങ്കിൽ കുറച്ചുകൂടെ ചെറുതായിട്ട് വേണമെങ്കിൽ എടുക്കാം കേട്ടോ. ഒരു കുറച്ച് മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ടേ. ശരിക്കും ഇതിന് മഞ്ഞപ്പൊടി വേണ്ട, പക്ഷെ എനിക്ക് എന്തോ ഒരു കളറ് ഇതല്ലാത്തതുകൊണ്ട് ഞാനും ഇട്ടതാ. ഒരു കാര്യം പറയാൻ ഞാൻ മറന്നു, പിന്നെ മറവി നമുക്ക് എപ്പോഴും ഉള്ളതാണല്ലോ. അതായത് തേങ്ങാപ്പാൽ, കുറച്ച് തേങ്ങാപ്പാൽ മതി. അത് ഞാൻ പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് നമ്മളുടെ ഫസ്റ്റ് റെസിപ്പിയായ എന്തിനാണ് പൈനാപ്പിൾ, ഒരു സിമ്പിൾ പൈനാപ്പിൾ പച്ചടിക്ക് വേണ്ടിയിട്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാവേ. തേങ്ങാപ്പാൽ കുറച്ചിങ്ങനെ ഒഴിച്ചു കൊടുക്കുക. നമ്മൾ തീ ഓഫ് ചെയ്തിട്ടാണ്, അല്ലെങ്കിൽ പിരിയും. ഇതിന് താളിച്ച് ചേർക്കലോ അങ്ങനെ ഒന്നുമില്ല. ഭയങ്കര സിമ്പിളല്ലേ. നമുക്ക് ഇതിലേക്ക് മാറ്റി കൊടുക്കാം. ചൂട് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ടേ. ഭംഗിയായിട്ടിരുന്നുണ്ട്. ഫസ്റ്റ് റെസിപ്പി റെഡിയായി. സിമ്പിൾ ആൻഡ് ഹംബിൾ. സിമ്പിൾ അടുത്ത മോരുകറിയാണ്. അതിനൊരു മാങ്ങ, അധികം പഴുത്തല്ല എന്നൊരു പഴുപ്പായ മാങ്ങ. ചെറുതായിട്ട് നമ്മൾ മാങ്ങ പുളിശ്ശേരിയൊക്കെ വെക്കണമല്ലേ. നമ്മുടെ അപ്പ എപ്പോഴും പറയും അരിയുമ്പോഴൊക്കെ ആയത് വെച്ചുള്ള കളിയാ. ആയത് വെച്ചുള്ള കളിയാ. മാമ്പഴം ഫുള്ള് നമ്മൾ അരിഞ്ഞെടുത്തിട്ടുണ്ട്. കുറച്ച് ഞാൻ എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്, കുറച്ച് മതി കേട്ടോ. കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. കുറച്ച് ഉലുവ ഇടുന്നുണ്ട്. പച്ചമുളക്, വെളുത്തുള്ളി, ചെറിയ ഉള്ളി, ഇതെല്ലാം കൂടെ ഒരുമിച്ചിട്ടാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇഞ്ചി, കറിവേപ്പില, വറ്റൽമുളക്. ജീരകം ഞാൻ അവസാനം ഇടുന്നത് കേട്ടോ. ജീരകം പെട്ടെന്ന് കരിയും, അതുകൊണ്ട് ജീരകം അവസാനം ഇട്ട് കൊടുക്കണം. അത്യാവശ്യം എല്ലാം മൂത്തിട്ടുണ്ട്. ആ സമയത്താണ് ഞാൻ ജീരകം ഇട്ട് കൊടുക്കുന്നത്. നമുക്ക് മാങ്ങ ഇട്ട് കൊടുക്കാം. ഇത് ഞാനാണിപ്പോൾ ഉൾട്ട ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് തോന്നുന്നു. പക്ഷെ തിരിച്ചെല്ലാം കഴിഞ്ഞിട്ട് അതിലേക്ക് വറവല് നമ്മൾ താളിച്ചൊഴിക്കുന്നത് അങ്ങനെ ചെയ്യുന്നതാണ് കേട്ടോ. പക്ഷെ ഞാനിവിടെ ഉൾട്ടയാണ് ചെയ്യല്. നമ്മൾ മോരിലും ഉപ്പിടും, പക്ഷെ ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് ഈ മാങ്ങയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്.
മാങ്ങയുടെ അനുസരിച്ച് നിങ്ങൾക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനൊരു അരക്കപ്പ് പോലെ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. മാങ്ങ ഒന്നിരുന്ന് വേകട്ടെ. മാമ്പഴം വറ്റിയിട്ടുണ്ട്. അടിച്ചു വെച്ച പൈനാപ്പിൾ ഇങ്ങനെ അതിലോട്ട് ഒഴിച്ചു കൊടുക്കുക. പകുതി കേട്ടോ, പകുതി നമുക്ക് ആവശ്യമുണ്ട്. തേങ്ങയൊന്നും ചേർക്കുന്നില്ലല്ലോ. ഇത് നല്ലപോലെ ഇളക്കി കൊടുക്കണം. ഒരു നുള്ളി ശർക്കര കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു നുള്ളി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ മാങ്ങാപ്പഴവും എന്താ പറയുക പൈനാപ്പിളും ഒക്കെ ചേർക്കുന്നുണ്ട്. അല്പം പുളിയില്ലാത്ത തൈരാണെങ്കിലും കുഴപ്പമില്ല. 1 ടീസ്പൂൺ ഉപ്പാണ് അതിൽ ചേർത്തത്. ഞാനൊരു 1.5 ടീസ്പൂൺ, 1.5 ഇല്ല കേട്ടോ, ഉപ്പ് തൈരിൽ ചേർക്കുന്നുണ്ട്. എത്ര ലൂസൻ ചെയ്യണമെന്ന് വെച്ചാൽ അത്രയും വെള്ളം ഒഴിക്കാം. ചിലർക്ക് ലൂസായിട്ട്, ഇവിടെ അപ്പയ്ക്കൊക്കെ ലൂസായിട്ട് ഇരിക്കുന്ന ഇഷ്ടം. പക്ഷെ എനിക്ക് കുറച്ച് കട്ടി മോര ഇഷ്ടം. അതനുസരിച്ച് വെള്ളം ചേർത്തിട്ട് ഒന്ന് വിസ്ക് ചെയ്തെടുക്കുക. ഏറ്റവും നല്ലത് മിക്സിയിൽ അടിക്കുന്നത് കേട്ടോ. നല്ലപോലെ വിസ്ക് ചെയ്ത് എടുത്തിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഒരിക്കലും തൈര് തിളപ്പിക്കരുത്, പിരിഞ്ഞു പോവും. ചെറുതായിട്ട് ചൂടാക്കുകയുള്ളൂ. സിമ്പിൾ മോര് കറി റെഡി. ഈ ചൂടുള്ള പാത്രത്തിൽ നിന്ന് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് പെട്ടെന്ന് തന്നെ മാറ്റിയെടുക്കാം. എൻ്റെ പൈനാപ്പിൾ മോര് കറി റെഡി ആയിട്ടുണ്ട്. നമുക്ക് പൈനാപ്പിൾ പായസമാണ്. സാധാരണ പാലാണ് കേട്ടോ, കവർപ്പാൽ എടുക്കണേ. അതൊന്ന് തിളപ്പിച്ചെടുക്കാം. 4-5 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കും. നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് കേട്ടോ. 4 ടേബിൾ സ്പൂൺ ഇടുന്നുണ്ട്. എൻ്റെ ബ്രൗൺ ഷുഗറേ ഉള്ളൂ. ഒരു വൈറ്റ് ഷുഗർ ആയിരിക്കും കുറച്ചുകൂടെ നല്ലതെന്ന് തോന്നുന്നു. പാല് തിളച്ചിട്ടുണ്ട്. നമുക്കിതിവിടെ ഒന്ന് ഇരുന്ന് തണുത്തോട്ടെ കേട്ടോ. പാനിൽ കുറച്ച് നെയ്യ് ഒഴിക്കുന്നുണ്ട്. നമ്മൾ അരച്ചു വെച്ചതിന് ബാക്കിയില്ലേ പൈനാപ്പിൾ, അത് ഒഴിച്ചു കൊടുക്കും. ഇതിലേക്ക് വേറൊരു ഇൻഗ്രീഡിയൻറ്റ് നമ്മൾ ചേർത്തിട്ട് നമ്മുടെ സ്വന്തം ചൗവരി കേട്ടോ, അത് വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നേ. അത് അതിൻ്റെ അകത്തേക്ക് കിടന്നൊന്നും കുറുകട്ടെ. നല്ലപോലെ തിളച്ച് വരുന്നുണ്ട്. ഇപ്പം ഞാൻ പാലങ്ങോട്ട് ഒഴിച്ചു കൊടുക്കും. 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിലേക്ക് നമ്മൾ പായസത്തിൽ ഇടുന്ന പോലെ അണ്ടിപ്പരിപ്പ്, കിസ്മിസ്, അതൊന്ന് പൊള്ളി വരുമ്പോഴത്തേന് കുറച്ച് പൈനാപ്പിൾ. പിന്നെ ഒരു കാര്യം, ഈ അണ്ടിപ്പരിപ്പും കിസ്മിസും ഒക്കെ ഒന്ന് തണുത്തിട്ട് മാത്രമേ പായസത്തിലേക്ക് ഒഴിക്കാവുള്ളൂ കേട്ടോ. അപ്പം അതങ്ങനെ മാറി നിന്നിട്ട് നമുക്ക് അടുത്ത റെസിപ്പിയിലേക്ക് പോവാം. 1 കപ്പോളം വെള്ളം വെച്ചിട്ടുണ്ട്. നമ്മൾ ഇത്രയും നേരം ക്ഷീണിച്ചില്ലേ, അപ്പോൾ ഒരു ഹെൽത്തി ഡ്രിങ്ക് ആണേ. ആദ്യം അരിഞ്ഞപ്പോൾ മാറ്റി വെച്ചിരുന്നത് തോലില്ലേ, അതിട്ട് കൊടുക്കുക കേട്ടോ. പിന്നെ ഒരു കറുവേപ്പില, 2 ഇഞ്ചി, ഇത്രയും കൂടി ഇട്ട് കൊടുക്കണം. നല്ലപോലെ തിളയ്ക്കും. നമ്മുടെ പൈനാപ്പിൾ ഹെൽത്തി ഡ്രിങ്ക് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഞാൻ കുറച്ച് ചോറും മീൻകറി എടുത്തിട്ടുണ്ട്. പിന്നെ മാങ്ങയില നാരങ്ങ അച്ചാറുണ്ട്. മീൻകറിയും മോരും ഒക്കെ വിരുദ്ധ ആഹാരങ്ങളാണ്, അത് കഴിക്കാൻ പാടില്ല എന്നൊക്കെ പറയും. പക്ഷെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സാധനം അതാ, ഇങ്ങനെ മീൻ ചാറും തൈരും ഒക്കെ കൂട്ടി കഴിക്കാനായിട്ട്. അപ്പം നമുക്ക് കുറച്ച് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നമ്മുടെ മോര്, നമ്മുടെ സിമ്പിൾ മോരുണ്ട്, പിന്നെ പച്ചടിയുണ്ട്, പിന്നെ എൻ്റെ കൂടെ എന്തുണ്ടെന്ന് അറിയാം, എൻ്റെ ഫേവറേറ്റ് ആണ് ചമ്മന്തിപ്പൊടിയുണ്ട്, പിന്നെ കാന്താരി പിക്കിളിട്ടത്, പിക്കിളല്ല വെറുതെ ഇല്ലേ. മോരൊഴിച്ചു കൊടുക്കാം. ചൂടിരിക്കട്ടെ അല്ലേ. സിമ്പിൾ പച്ചടി, ചമ്മന്തിപ്പൊടി ഇവിടെ ഇരിക്കട്ടെ. പിന്നെ 2 കാന്താരി. നമുക്ക് ആദ്യം ഇങ്ങനെ കുറച്ച് മോര് കറി, പിന്നെ നമ്മളിതെല്ലാം ഉണ്ടാക്കിയ പച്ചടി, ഇത് രണ്ടും കൂടെ, ഇത് മാത്രം ചേർത്ത് കുറച്ച് ഈ മോരിൻ്റെ ഇതില്ലേ, എനിക്ക് വാല് വെള്ളം വരും, അതിന് ചേർത്തിട്ട് നമുക്ക് കഴിച്ചു നോക്കാം. ആ പച്ചടിയിലുള്ള കുരുമുളകിൻ്റെ ടേസ്റ്റും, കുറച്ച് മോര്, കുറച്ച് പച്ചടി, പിന്നെ എൻ്റെ ഫേവറേറ്റ് ചമ്മന്തിപ്പൊടി, പിന്നെ ഒരു കാന്താരി, കുറച്ച് മീന്, കുറച്ച് അച്ചാറ്, ഇതെല്ലാം കൂടെ ഇളക്കി
ശരിക്കും ഞാൻ ഉണ്ടാക്കി കൊണ്ടപ്പോൾ എനിക്ക് നല്ലതായിട്ട് വിശന്ന്. കാന്താരിയുടെ ഇളക്കിയിട്ട് ഇത് കഴിക്കാം. വേറെ ലെവൽ സാധനം കേട്ടോ. എന്നാ ടേസ്റ്റ്. ഇതേ നമ്മുടെ പായസം കുറച്ച് എടുക്കുന്നുണ്ട് കേട്ടോ. ഇതിൽ നമ്മൾ പാല് കുറച്ചും കൂടെ കുറുക്കിയിട്ട് വേണം ഒഴിക്കാം കേട്ടോ. അപ്പം കുറച്ച് നേരം കുറച്ച് നേരം കുറുക്കാൻ പറ്റില്ല. കുറച്ചുകൂടി കുറുക്കുമ്പോഴത്തേക്ക് നമ്മൾ കുറച്ചുകൂടി കുറുകി വരും. പിന്നെ പൈനാപ്പിൾ എല്ലാം ഒന്ന് തണുത്തിട്ട് വേണം ഒഴിക്കാനായിട്ട്. പാലൊന്നും കൂടെ തണുക്കണം, എന്നാല് അല്ലെങ്കിൽ പിരിയാൻ സാധ്യതയുണ്ട് കേട്ടോ. ഉപ്പ് നല്ല വിഷം. ഞാൻ പഞ്ചസാര കുറച്ചിട്ടോ, പക്ഷെ നല്ല ടേസ്റ്റ്. നമുക്ക് പഞ്ചസാര കുറച്ചിടുമ്പം ചെടിക്കത്തില്ലല്ലോ ഹെൽത്ത് ഡ്രിങ്ക്. അപ്പം ഇന്ന് ഉണ്ടാക്കിയ 4 സാധനങ്ങൾ നമ്മൾ ടേസ്റ്റ് ചെയ്ത്. കൊണ്ട് ഒറ്റ പൈനാപ്പിളാണ്, എത്ര സാധനമല്ല നമ്മൾ ചടപടേന്ന് ഉണ്ടാക്കിയത്. അപ്പം എല്ലാവരും നമ്മൾ ഓണത്തിനൊക്കെ ട്രൈ ചെയ്ത് നോക്കണം. അപ്പം നെക്സ്റ്റ് വീഡിയോ ആയിട്ട് നമ്മൾ വരുന്നവരെ എല്ലാവർക്കും നല്ലതായിട്ടിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പം ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ അറിയിക്കുക. അപ്പം അതൊക്കെയല്ലേ നമ്മൾ ഒരു സന്തോഷം. പിന്നെയും നല്ല നല്ല വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം അടുത്ത വീഡിയോ നമ്മൾ കാണുന്നവരെ ടാറ്റാ.